ഷെയ്ൻ വോൺ ഒരു കാലത്ത് ലോക ക്രിക്കറ്റിലെ മുടിചൂട മന്നൻ. 145 മത്സരങ്ങളിൽ നിന്ന് 748 വിക്കറ്റുകൾ എന്ന് പറയുമ്പോൾ ആ താരത്തിൻ്റെ പ്രതിഭ അളക്കാൻ മറ്റൊരു കാര്യവും നോക്കിപ്പോകേണ്ടതില്ല. 194 ഏകദിനങ്ങളിൽ നിന്ന് നേടിയത് 293 വിക്കറ്റുകൾ. ടെസ്റ്റിൽ 37 തവണയാണ് 5 വിക്കറ്റ് പ്രകടനം ഷെയ്ൻ വോൺ ആവർത്തിച്ചത്. 10 തവണ 10 വിക്കറ്റ് പ്രകടനം. ഇതൊക്കെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന വർഷങ്ങളായി ക്രിക്കറ്റിൻ്റെ ആരാധകരായ ആളുകളെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. വർഷങ്ങളായി ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു കാര്യം കൂടിയാണ് ഷെയ്ൻ വോണിൻ്റെ ക്രിക്കറ്റ് ജീവിതം. അത്ര അത്ഭുതമായിരുന്നു ഒരു കാലത്ത് ഷെയ്ൻ വോൺ ക്രീസിൽ. സച്ചിനും വോണും തമ്മിലുള്ള പോരാട്ടം കാണാൻ ആരാധകർ കാത്തിരുന്ന എത്രയോ മത്സരങ്ങളുണ്ടായിരുന്നു. ത്രസിപ്പിക്കുന്ന പോരാട്ട വീര്യത്തോടെ ഷെയ്ൻ വോൺ അങ്ങനെ ലോക ക്രിക്കറ്റിൽ നിറഞ്ഞു നിന്നു. IPLുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെത്തിയപ്പോഴും ഷെയ്ൻ വോണിൻ്റെ പ്രതിഭയും ഷെയ്ൻ വോൺ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ കീഴടക്കിയതും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഇപ്പോൾ ചർച്ചയാകുന്നത് ഈ ലോക ക്രിക്കറ്ററുടെ മരണവുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തയാണ്. 2022 തായ്ലൻഡിലെ ഒരു ഹോട്ടലിൽ ഷെയ്ൻ വോൺ എന്ന ക്രിക്കറ്റ് ഇതിഹാസത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവികമായ ഒരു മരണമായിരുന്നു അത്. ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുഹൃത്തുക്കളായിരുന്നു. അതിനു മുൻപ് ഷെയ്ൻ വോണിനൊപ്പം ഉണ്ടായിരുന്നത് 4 യുവതികളായിരുന്നു എന്നുള്ളത് അന്ന് പുറത്തു വന്ന വാർത്തയാണ്. ഈ യുവതികൾ പോയതിനു ശേഷമായിരുന്നു ഏതാണ്ട് 1 മണിക്കൂറോളം ഈ ഹോട്ടൽ റൂമിൽ ഷെയ്ൻ വോണിനൊപ്പം ഈ 4 യുവതികൾ ഉണ്ടായിരുന്നു. ഇവർ ലൈംഗിക തൊഴിലാളികളായിരുന്നു എന്ന കാര്യത്തിലും അന്ന് വ്യക്തത വന്നിരുന്നു. പക്ഷേ മരണവുമായി ബന്ധപ്പെട്ട് യാതൊരു ദുരൂഹതയും അന്ന് സംശയിച്ചിരുന്നില്ല. മരണം അസ്വാഭാവികമായിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയാഘാതമാണ് മരണകാരണമെന്നത് വ്യക്തമായിരുന്നു. മറ്റു മർദ്ദനങ്ങളോ മറ്റെന്തെങ്കിലും അസ്വാഭാവികതയൊന്നും അവിടെ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഈ യുവതികളെ CCTV ദൃശ്യങ്ങൾ, ആ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ ഈ യുവതികളെ കാണാമായിരുന്നു. ഈ യുവതികളെ കണ്ടെത്തി ചോദ്യം ചെയ്തു. പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ, തായ്ലൻഡ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ഓസ്ട്രേലിയൻ പോലീസ് ഓസ്ട്രേലിയയിലെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുമായി കോൺടാക്ട് ചെയ്തു. മാസങ്ങളോളം അന്വേഷണം നടന്നു. അതിനുശേഷം ഷെയ്ൻ വോണിൻ്റെ മരണം സ്വാഭാവികമാണ്, അതിനൊരു കൊലപാതകത്തിൻ്റെ സാധ്യതയില്ല എന്ന് വളരെ വ്യക്തമായ സാഹചര്യമൊക്കെ അന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആളുകൾ മറന്നു പോകുന്ന ഒരു പശ്ചാത്തലം. ആളുകൾ മറന്നു. പിന്നീട് ഷെയ്ൻ വോണും വിസ്മൃതിയിലാണ്ടു. പക്ഷേ ലോക ക്രിക്കറ്റിന് അദ്ദേഹം ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ വോൺ അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ചില വാർത്തകൾ പുറത്തു വരുന്നത്. ചില മാധ്യമങ്ങൾ ഏറ്റവും ഒടുവിലായി പുറത്തുവിട്ട വാർത്ത അനുസരിച്ച് ഷെയ്ൻ വോൺ ഉപയോഗിച്ചിരുന്ന ഒരു മരുന്നാണ് ഈ മരണത്തിന് പിന്നിൽ എന്നുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, ഇന്ത്യൻ നിർമ്മിത മെഡിസിനായ കാമാഗ്ര എന്ന ലൈംഗിക ഉത്തേജക മരുന്നാണ് ഷെയ്ൻ വോൺ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ്. ഹൃദ്രോഗിയായ ഷെയ്ൻ വോൺ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കരുത് എന്ന് വളരെ കൃത്യമായി തന്നെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നതുമാണ്. പക്ഷേ ഈ നിർദ്ദേശം അവഗണിച്ച് വോൺ ഈ മരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി പുറത്തു വരുന്നത്. അന്ന് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ഇക്കാര്യം വ്യക്തമായി ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഓസ്ട്രേലിയൻ സർക്കാരിന് താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയാം, രാജ്യത്തെ ഏറ്റവും പ്രമുഖനായ വ്യക്തി, ലോകമാദരിക്കുന്ന വ്യക്തി, ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ ഇതിഹാസം, ക്രിക്കറ്റിൻ്റെ പെരുമ ലോകരാജ്യങ്ങളിൽ വല്ലാതെ വളർത്തിയ ഒരു വ്യക്തി എന്നൊക്കെ ഷെയ്ൻ വോണിന് ഓസ്ട്രേലിയയിൽ ഒരു ഇമേജുണ്ട്. ഈ ഇമേജ് തകർക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ വിവരം പുറത്തുവിടാതിരുന്നത്. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് കാമാഗ്ര എന്ന ലൈംഗിക ഉത്തേജക മരുന്നിൻ്റെ അമിത ഉപയോഗമാണ് ഷെയ്ൻ വോണിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. കാരണം സെക്സും മദ്യവും മയക്കുമരുന്നും ഒക്കെ ആഘോഷമാക്കിയ ഒരു താരം കൂടിയായിരുന്നു ഷെയ്ൻ വോൺ എന്നുള്ളതാണ്. അച്ചടക്കമില്ലാത്ത ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ ഷെയ്ൻ വോണുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്. കുടുംബജീവിതത്തെ ബാധിക്കും വിധമായിരുന്നു ഷെയ്ൻ വോണിൻ്റെ പല പ്രവർത്തികളും എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തു വന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് ജീവിതത്തിന് വിരാമമായതിനു ശേഷം, IPLൽ നിന്നൊക്കെ മാറിയതിനു ശേഷം, കോച്ച് സ്ഥാനത്ത് നിന്ന് ക്രിക്കറ്റ് ഫീൽഡിൽ നിന്ന് മാറിയ ശേഷം ജീവിതം ആഘോഷിച്ചിരുന്നത് ഇത്തരത്തിൽ ലൈംഗിക തൊഴിലാളികൾക്കൊപ്പവും മയക്കുമരുന്നിനൊപ്പവുമായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അങ്ങനെ അതിൻ്റെ ഭാഗമായി തായ്ലൻഡിലെ സ്ഥിരം തായ്ലൻഡ് സന്ദർശകരായിരുന്നു ഷെയ്ൻ വോൺ. തായ്ലൻഡിലെ ഒരു ഹോട്ടലിൽ റൂം എടുക്കുകയും ലൈംഗിക തൊഴിലാളികൾക്കൊപ്പം ആഘോഷിക്കുകയും മറ്റും ചെയ്തപ്പോൾ ഉപയോഗിച്ച മരുന്നാണ് ഈ കാമാഗ്ര എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പുറത്തു വരുന്നത്.
കാമാഗ്രയുടെ സാന്നിധ്യം അന്നുണ്ടായിരുന്നു എന്നുള്ളത് ഒഴിവാക്കിയിരുന്നത് ഉന്നതതലത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം പോലീസ് തന്നെ ആയിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം മറ്റൊന്നുമല്ല, രാജ്യത്തിൻ്റെ ദേശീയ ഹീറോ ഇത്തരം വിവാദങ്ങളിൽ പെടാൻ ഓസ്ട്രേലിയ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഈ വോൺ മരിച്ച ദിവസം ഏതാണ്ട് 1:53 4 യുവതികൾ, CCTV ദൃശ്യങ്ങൾ നേരത്തെ പറഞ്ഞ ദൃശ്യമാണത്, ഈ റൂമിലേക്ക് എത്തുകയും 2:58 ഇവർ പുറത്തേക്ക് പോവുകയും ചെയ്തു. തുടർന്ന് ഈ യുവതികൾ പുറത്തു പോയതിനു ശേഷമാണ് ഷെയ്ൻ വോണിന് ഹൃദയാഘാതം ഉണ്ടാവുകയും മരണം സംഭവിക്കുകയും ചെയ്തത്. തായ്ലൻഡിൽ മരിച്ച ശേഷം ഏകദേശം 4-6 ദിവസത്തോളം എടുത്തു ഷെയ്ൻ വോണിൻ്റെ മൃതദേഹം നാട്ടിൽ ഓസ്ട്രേലിയയിൽ എത്തിക്കാൻ. അതിന് കാരണം എന്ന് പറയുന്നത് ഷെയ്ൻ വോണിനെ വളരെ വിശദമായി തന്നെ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. ഒരു പഴുത് പോലും ഇതുമായി ബന്ധപ്പെട്ടില്ലാതെ അന്വേഷണം പൂർത്തിയാക്കണമെന്ന നിർബന്ധം തായ്ലൻഡ് സർക്കാർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 6 ദിവസം സമയമെടുത്തു അന്വേഷണം പൂർത്തിയാക്കി മൃതദേഹം ഓസ്ട്രേലിയക്ക് വിട്ടുകൊടുക്കാനും. അപ്പോഴേക്കും മറ്റു ദുരൂഹതകളൊന്നുമില്ല എന്നും ഹൃദയാഘാതമാണ് മരണകാരണമെന്നും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം പ്രകാരം ഈ ഷെയ്ൻ വോണിൻ്റെ മരണം അന്വേഷിച്ച ആ സംഘത്തിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കാമാഗ്രയുടെ ബോട്ടിൽ ഷെയ്ൻ വോൺ താമസിച്ച തായ്ലൻഡിലെ മുറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അത് ഉന്നതതലത്തിലുള്ള നിർദ്ദേശപ്രകാരമാണ് ആ ബോട്ടിൽ മുറിയിൽ നിന്ന് മാറ്റിയത് എന്നാണ് ചില വാർത്താ ഏജൻസികളോട് ഈ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ വയാഗ്രയെ പോലെ തന്നെ വിൽപ്പനയുള്ള ഒരു മരുന്നാണ്, ഒരു ലൈംഗിക ഉത്തേജക മരുന്നാണ് ഈ കാമാഗ്ര. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലാണ് ഇത് നിർമ്മിക്കുന്നത്. ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർക്ക് ഈ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്ന വളരെ കൃത്യമായ നിർദ്ദേശമുണ്ട്. തായ്ലൻഡിൽ പക്ഷേ ഈ മരുന്ന് നിരോധനമുണ്ട്. എന്നാൽ ചില കടകളിൽ ഇത് രഹസ്യമായി വിൽക്കാറുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഇത്തരത്തിലുള്ള ചില കടകളിൽ നിന്ന് ആരോ വഴി ഷെയ്ൻ വോണിന് ലഭിച്ചതാണ് ഈ മരുന്ന് എന്നുള്ളതാണ്. ഷെയ്ൻ വോൺ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദ്രോഗമുണ്ടായിരുന്നു, ആസ്മയുടെ പ്രശ്നമുണ്ടായിരുന്നു. ഈ ആസ്മയുടെ പ്രശ്നവും ഹൃദ്രോഗവും ഉള്ള ഷെയ്ൻ വോൺ ഇത് ഉപയോഗിച്ചപ്പോൾ അത് മരണത്തിന് കാരണമായ ഹൃദയാഘാതത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഷെയ്ൻ വോൺ മരിച്ചു കിടന്ന മുറിയിൽ രക്തത്തിൻ്റെ അംശവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് വായിലൂടെ രക്തം പുറത്തു വന്നതായിരിക്കാം എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അന്നും ഇന്നും പോലീസുള്ളത്. ഏതായാലും ഈ പുതിയ വെളിപ്പെടുത്തൽ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പുതിയ വെളിപ്പെടുത്തൽ ചെറിയ ഞെട്ടലൊന്നുമല്ല ഓസ്ട്രേലിയ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒപ്പം ഷെയ്ൻ വോണിനെ സ്നേഹിക്കുന്ന നിരവധി കായിക പ്രേമികൾക്കും ജീവിതം ആഘോഷമാക്കിയ, ലഹരിയും ലൈംഗികതയുമൊക്കെ വലിയ ആഘോഷമാക്കിയ, ജീവിതത്തിലുടനീളം ഈ ആഘോഷങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ച ഒരു പ്രമുഖ വ്യക്തിത്വത്തിൻ്റെ മരണം ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് കായിക പ്രേമികൾക്കിടയിൽ, ഷെയ്ൻ വോണിനെ സ്നേഹിക്കുന്നവർക്കിടയിൽ ചെറിയ ദുഃഖമല്ല സൃഷ്ടിച്ചിരിക്കുന്നത്.